തകർന്നവർക്ക് സൗഖ്യവും ബദ്ധന്മാർക്ക് വിടുതലും. പ്രയർ ആൻഡ് പവർ മിനിസ്ട്രീസ് ഒരുക്കുന്ന വേർഡ് ആൻഡ് പവർ എന്ന ഈ ആത്മീക ശുശ്രൂഷയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ദീർഘവർഷങ്ങളായി കർത്താവിന്റെ മഹത്വമേറിയ ശുശ്രൂഷയിൽ ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ വചനപ്രഘോഷണം ചെയ്തു വരുന്ന കർത്തൃദാസൻ ഡോക്ടർ ജോർജ് വർഗീസ് നിങ്ങൾക്കായി ദൈവവചനം പങ്കുവയ്ക്കുന്നു. ഈ വചന കേൾവി ഏവർക്കും അനുഗ്രഹമായി തീരട്ടെ. പ്രാർത്ഥനയോടെ ശ്രവിച്ചാലും. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനവുമായി നിങ്ങളെ സന്ധിക്കുവാൻ ദൈവം തരുന്ന സന്ദർഭങ്ങൾക്കായി, അനുവാദങ്ങൾക്കായി, അനുഗ്രഹങ്ങൾക്കായി ദൈവത്തെ സ്തുതിക്കും. ദൈവത്തിൻ്റെ വചനം സ്വർഗത്തിൽ എന്നേക്ക് സ്ഥിരമായിരിക്കുന്ന ദൈവവചനം അത് ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുന്നതാണ്, സഹായിക്കുന്നതാണ്, ശക്തീകരിക്കുന്നതാണ്, സൗഖ്യം നൽകുന്നതാണ്, ആശ്വസിപ്പിക്കുക. ആ വചനം കേൾക്കാൻ ഇടയാകട്ടെ. തിരിഞ്ഞു നോക്കി നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ മുമ്പിൽ വീണ്ടും നിൽക്കുന്നു. പ്രയർ ആൻഡ് പവർ മിനിസ്ട്രീസ് ഒരുക്കുന്ന വേർഡ് ഇൻ പവർ എന്ന ഈ ശുശ്രൂഷ അനേകർക്ക് വിടുതലിനും അനുഗ്രഹത്തിനും കാരണമാകുന്ന ദൈവകൃപയോർത്ത് സ്തുതിച്ചുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥന അപേക്ഷിക്കുന്നു. വീണ്ടും ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവം ഹൃദയത്തിൽ പ്രകാശം തന്നൊരു വേദവചനം ഒന്നിച്ച് ചിന്തിക്കുവാൻ താല്പര്യപ്പെടുന്നു. ഒരു നിമിഷം കൂടെ പ്രാർത്ഥിക്കാം. കരുണയിൽ സമ്പന്നനായ ദൈവമേ, സ്വർഗപിതാവേ, അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വമുള്ള നാമത്തിൽ ഞങ്ങൾ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ വിശ്വസ്തതയ്ക്കായി സ്തോത്രം. പിന്തിരിഞ്ഞു നോക്കി നന്ദി പറയാൻ ഒത്തിരിയുണ്ട്. മുന്നോട്ട് നീ ഞങ്ങളെ നടത്തുമല്ലോ. കൈപിടിച്ച് നടത്തുന്ന ആലോചന വരുന്ന ദൈവം വിനയപ്പെടുന്നു. പ്രത്യേകിച്ച് ഈ മണിക്കൂറുകളിൽ നിന്റെ മാറ്റമില്ലാത്ത വചനം അത് എഴുതപ്പെട്ട ആത്മാവിൽ പ്രസ്താവിക്കുവാൻ എളിവിന് വരവും കൃപയും തരണം. കേൾക്കുന്ന വചനം കർത്താവെ അത് ഉൾക്കൊള്ളുന്നവർ അത് വിടുവിക്കപ്പെടുവാൻ, നാമം മഹത്വപ്പെടുവാൻ ഇടയാക്കണം. എല്ലാം അങ്ങ് മഹത്വത്തിനാക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നമ്മെ സഹായിച്ചുകൊണ്ടിരിക്കുന്നല്ലോ. ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ ഈ മണിക്കൂറുകളിൽ ദൈവൻ്റെ ഉള്ളത്തെ പ്രകാശം തന്ന വേദവചനം വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 1 മുതൽ 1-2 വാക്യങ്ങൾ ആണ് ഈ മണിക്കൂറുകളിലെ ധ്യാന വിഷയം. അതെങ്ങനെയാണ്? നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി സ്ഥലം ഒരുക്കിയാൽ ഞാൻ പിന്നെയും വന്ന്, ഞാൻ ഇരിക്കുന്നത് നിങ്ങൾ ഇരിക്കുകയാണ്, ഞാൻ പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളു. ഇതാണ് വചനം. യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ വെളിപ്പെടുത്തുന്ന സുവിശേഷമാണ് യോഹന്നാൻ സുവിശേഷം. അതിലെ എല്ലാ അധ്യായങ്ങൾക്കും അതിൻ്റെതായ പ്രത്യേകതയുണ്ട്, വിശേഷതയുണ്ട്. എന്നാൽ ഈ 14-ാം അധ്യായം വളരെ പ്രത്യേകതയുള്ളൊരു അധ്യായമാണ്, ഒരു ചാപ്റ്ററാണ്. കാരണം 31 വാക്യങ്ങളാണ് ഇതിലാകെയുള്ളത്. അതിൽ 28 വാക്യങ്ങൾ വാഴ്ത്തപ്പെട്ട കർത്താവ് തന്നെ അരുളി ചെയ്തതാണ്. 8, 3, 11 അല്ലേ? അപ്പം 3 വാക്യങ്ങൾ ഇതിനിടയ്ക്ക് ഇൻറ്ററപ്ഷൻ, മറ്റുള്ളവർ കയറുന്നു, അതല്ലേ ഇടപെടുന്നു. അത് 5-ാം വാക്യത്തിൽ തോമസ് ഇടപെടുന്നതായിട്ട് നമുക്ക് കാണാം. 8-ാം വാക്യത്തിൽ ഫിലിപ്പോസ് ഇടപെടുന്നു. 22-ാം വാക്യത്തിൽ യൂദാ ഇടപെടുന്നു. ഇങ്ങനെ 3 പേര് ഈ അധ്യായത്തിൽ യേശുവിൻ്റെ സംസാരത്തിനിടയ്ക്ക് കടക്കുന്നതായിട്ട് കാണാം. മറ്റ് മുഴുവൻ വചനങ്ങളും കർത്താവ് പറഞ്ഞ ഓരോ വചനങ്ങൾക്കും പ്രത്യേകതയുണ്ട്. എന്താ ഇവിടെ? ഭാരത്തിലും പ്രയാസത്തിലുമായിരുന്ന ഒരു കൂട്ടം ജനം എന്ന് പറയുമ്പോൾ ശിഷ്യന്മാരാ കേട്ടോ. 1-ാം ഭാഗ്യം 28-ാം ഭാഗ്യം ഒരുപോലെ. നിങ്ങൾ കലങ്ങിപ്പോകരുത്, നിങ്ങളുടെ ഹൃദയം കലങ്ങരുത് എന്ന് കർത്താവ് പിന്നെ ഓർമ്മിപ്പിക്കുക. എന്താ അതിന് പ്രത്യേക സാഹചര്യം കാരണമുണ്ട്. Why? എന്തുകൊണ്ടാ? Because the people were worried. Jesus is going away. കർത്താവ് പോവുക, കടന്നു പോകാൻ പോവുക, അവരെ വിട്ടു പോവുക. അപ്പം ഇത് മനസ്സിലാക്കി കർത്താവ് അവരെ ആശ്വസിപ്പിക്കാനായിട്ടാണ് ഈ വചനങ്ങൾ പറയുന്നത്. എങ്ങനെ? ജീസസ് വാണ്ട്സ് ടു കൺസോൾ ദം ബൈ ദ പ്രോമിസസ്. തൻ്റെ വാഗ്ദത്തങ്ങൾ നൽകി അവരെ ഉറപ്പിക്കാനാണ് കർത്താവ് ശ്രമിക്കുന്നത്. ഈ അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ ഇതിനകത്ത് 7 പ്രോമിസസ്, 7 വാഗ്ദത്തങ്ങൾ ഈ അധ്യായത്തിലുണ്ട്. അത് നമ്മൾ ശാന്തമായിട്ട് ചില കാര്യങ്ങൾ മനസ്സിലാക്കാനാണ്, പഠിക്കാനായിട്ടാണ് ശ്രമിക്കുന്നത്. 1-ാമത്തെ പ്രോമിസ്, വാഗ്ദത്തം എന്താണെന്നറിയാം? ദാറ്റ്സ് എ പ്രോമിസ് അബൌട്ട് ഹെവൻ. സ്വർഗത്തെക്കുറിച്ചുള്ള വാഗ്ദത്തമാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. എന്താ? ദർ ആർ മെനി മാൻഷൻസ് ഇൻ മൈ ഫാദേഴ്സ് ഹൗസ്. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്.
എന്ന് കർത്താവ് പറഞ്ഞു. അതാണ് നമ്മുടെ പ്രത്യാശ. അത് നമുക്കറിയാം അല്ലേ? ഞാനും നിങ്ങളും പ്രത്യാശ വെച്ചിരിക്കുന്ന നല്ല ശുഭഭാവി കർത്താവിനോടുകൂടെ വസിക്കുന്നതല്ലേ. അല്ലേ പിന്നെ ജീവിതത്തിന് എന്തോ അർത്ഥം? ഓടിയിട്ടും അധ്വാനിച്ചിട്ടും എന്നാ കാര്യം? ഇവർ കർത്താവ് ഇങ്ങനെ പറയാൻ കാര്യം എന്നാ? ഏത് കാര്യത്തിലും മുമ്പിലെടുത്ത് ആടുന്ന വീരനായ ഒരു ശിഷ്യനായിരുന്നു പത്രോസ് അല്ലേ. തുളുമ്പുന്നവനാ ശിമോൻ എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും എല്ലാത്തിനും മുമ്പിലെടുത്ത് ആടുന്ന ഒരു ധൈര്യശാലിയായിരുന്നു. അങ്ങനെ പല സന്ദർഭമുണ്ട്, അതിപ്പം ഞാൻ വിസ്തരിക്കുന്നില്ല. എന്നാൽ ഈ പത്രോസ് ഒരു വേലക്കാരുടെ മുമ്പിൽ പതറിപ്പോയി ഇല്ലേ. കർത്താവിനെ തള്ളിപ്പറഞ്ഞെന്നാ. അങ്ങനെയാണെങ്കിൽ മറ്റുള്ളവരുടെ കാര്യം എന്താവും? മുമ്പിൽ നിൽക്കുന്നവൻ ഇങ്ങനെ കാണിച്ചെങ്കിൽ പിന്നെ പുറകെ വരുന്നവർ എന്ത് പറയും? സോ വാട്ട് ഹോപ്പ് ദേ ഹാവ്? അവർക്ക് പിന്നെ എന്തോ പ്രത്യാശ അവർക്കുള്ളത് അല്ലേ? ചിന്തിച്ചിട്ടുണ്ടോ? ആ സമയത്ത് കർത്താവ് അവർക്ക് ഈ പ്രത്യാശയുടെ സന്ദേശം കൊടുക്കുക. ജീസസ് ഈസ് ഗിവിംഗ് ദം ദ മെസ്സേജ് ഓഫ് ഹോപ്പ്. എന്തിനാ? ടു കൺസോൾ ദം ഓർ റാദർ കൺസോൾ ദെയർ ട്രബിൾഡ് ഹാർട്ട്. അവരുടെ കലങ്ങിയ ഹൃദയത്തിന് ആശ്വാസം പകരാനായിട്ടാണ് കർത്താവ് ഇത് പറയുന്നത്. കർത്താവ് പറഞ്ഞു, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. അത് ഹെവനാണ്, സ്വർഗമാണ്. എൻ്റെ വാട്ട് ഈസ് ഹെവൻ? നീ സ്വർഗം എന്ന് പറഞ്ഞാൽ ഇനി എന്താ? കർത്താവ് പറഞ്ഞു, അല്ലെങ്കിൽ യേശുവിനെ അക്കോർഡിംഗ് ടു ജീസസ്, ഹെവൻ ഈസ് എ പ്ലേസ് വെയർ ജീസസ് ഈസ് സിറ്റിംഗ്. റാദർ ഗോഡ് ഡ്വെൽസ്, ദൈവം വസിക്കുന്ന സ്ഥലം അല്ലേ. ജീസസ് സിറ്റ് ടുഡേ അറ്റ് ദ റൈറ്റ് ഹാൻഡ് ഓഫ് ദ ലോർഡ് ഗോഡ്. ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് പിതാവിനോട് ഒന്നിച്ച് വസിക്കുന്ന സ്ഥലമാണ് ഇന്ന്. അതാണ് ഹെവൻ അല്ലെങ്കിൽ സ്വർഗം. മനസ്സിലാക്കിയിട്ടുണ്ടോ? ഈ തിരുവചനത്തിൽ അല്ലെങ്കിൽ പല ഭാഗങ്ങളായിട്ട് സ്വർഗത്തെ വിശേഷിപ്പിച്ചിരിക്കുന്ന പല ഭാഗങ്ങളുണ്ട് കേട്ടോ. 1 പത്രോസ് 1:4 ഇത് അവകാശമെന്നാണ് രേഖപ്പെടുത്തിയത്. അവകാശം. അന്ത്യകാലത്തിൽ വെളിപ്പെടാനുള്ള രക്ഷയ്ക്ക് നമുക്ക് വേണ്ടി സ്വർഗത്തെ സൂക്ഷിച്ചിരിക്കുന്നു. ക്ഷയം, മാലിന്യം, പാട്ടം എന്നിവയില്ലാത്തതുമായ അവകാശത്തിനായി തന്നെ നമ്മെ വീണ്ടും ജനിപ്പിച്ചു. അതിന് 2 പത്രോസ് 1:11 ഹെവൻ ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് എ കിങ്ഡം. അത് രാജ്യമായിട്ടാണ്, ഒരു രാജ്യം. പിന്നെ താഴോട്ട് വരുമ്പം എബ്രായർ 11:14 ഇതൊരു ദേശമായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എബ്രായർ 11:16 ഒരു നഗരമായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവൻ നമുക്കായി അവിടെ ഒരു നഗരം ഒരുക്കിയിരിക്കുന്നുവല്ലോ എന്ന് വായിക്കുന്നു. പിന്നെ യോഹന്നാൻ 14:2 വരുമ്പോഴാണ് ഹോം, ഒരു വീട് അല്ലെ ഭവനം എന്നുള്ള അർത്ഥത്തിൽ വീണ്ടും എഴുതി. പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളെക്കുറിച്ച് പറയും. അപ്പോൾ ഇവിടെ ഫാദർ, പിതാവ് എന്നുള്ള വാക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇവിടെ. യോഹന്നാൻ 13 മുതൽ 17 വരെയുള്ള അധ്യായങ്ങളിൽ 53 പ്രാവശ്യം ഫാദർ എന്ന വാക്ക് അല്ലെ പിതാവ് എന്ന വാക്ക് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത്ര ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ പ്രാധാന്യം അതിനുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കും. കർത്താവിനെ അല്ല യേശു കർത്താവിനെ സംബന്ധിച്ച് ഹെവൻ ഈസ് ഹിസ് ഫാദേഴ്സ് ഹൗസ് അല്ലേ, അങ്ങനെയല്ലയോ? ആസ് എ സൺ ഓഫ് ഗോഡ്, പുത്രൻ എന്ന രീതിയിൽ. നമ്മളെ സംബന്ധിച്ചോ ഇറ്റ് ഈസ് ഹോം ഈസ് ചിൽഡ്രൻ. നമ്മളെ വീടാണ്, നമ്മുടെ ഭവനമാണ്. ഇത് നമ്മൾ മനസ്സിലാക്കിക്കോണം. ദൈവത്തിന് സ്തോത്രം. യേശു കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ എന്താണ് നമ്മൾ സംഭവിച്ചത്? ഈ ഭൂമിയിൽ കർത്താവ് ആയിരുന്നപ്പോൾ ഒരു കാർപ്പൻ്ററായിരുന്നു. ഒരു നമ്മൾ പറയുന്നത് എന്തുവാ, തച്ചൻ്റെ മകൻ അല്ലേ എന്ന് പറയുന്നത് മാർക്കോസ് 6:3 രേഖപ്പെടുത്തി. അപ്പം ഈ തച്ചൻ്റെ മകൻ സ്വർഗത്തിൽ എന്താ ചെയ്യുന്നത്?
Now he has returned to glory. ഇപ്പം മഹത്വത്തിൽ കർത്താവാണ്, മഹത്വത്തിലേക്ക് പ്രവേശിച്ചു. നോട്ട് ഇൻ എർത്ത്, ഭൂമിയിലല്ല കേട്ടോ. ഇപ്പൊ മഹത്വത്തിൽ ഇരുന്നുകൊണ്ട് ഹീസ് ബിൽഡിംഗ് എ ചർച്ച് അറ്റ് ദി എർത്ത്. ഈ ഭൂമിയിൽ തൻ്റെ സഭയെ പണിയുന്നു. അവിടെ നിന്നുകൊണ്ട് സഭയ്ക്ക് വേണ്ടി വീട് പണിയുന്നു. ഇതാണ് മനസ്സിലാക്കുക. ഹീസ് പ്രിപ്പയറിംഗ് ഹോം ഫോർ ഹിസ് ചിൽഡ്രൻ ഇൻ ഹെവൻ, സ്വർഗത്തിൽ. ഈ വലിയ ഒരു വിഷയം നമ്മൾ ഓർക്കണം. നമുക്കൊരു ഭവനം സ്വർഗത്തിലുണ്ട്. പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങൾ ഉണ്ടോ? ഒരുങ്ങിയിട്ടുണ്ടോ? കിട്ടുമോ? ഏത് വിധത്തിലുള്ള ഭവനമായിരിക്കും? ഇതൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ? അതോ ചുമ്മാതെ സന്ധിയായി ഉഷസുമായി ഇങ്ങനെ തിന്ന് കുടിച്ചങ്ങ് പോവാന്നോ? അതിനൊക്കെയുള്ളൊരു ആത്മീയ മൂല്യങ്ങളെക്കുറിച്ച് തന്നെ അവബോധം ഉണ്ടാകണേ പ്രിയപ്പെട്ടവരെ. സ്തോത്രം. How beautiful it is and wonderful when we know the reality of heaven. സ്വർഗത്തെക്കുറിച്ചുള്ള ഈ പരിജ്ഞാനം നമുക്ക് ലഭിച്ചാൽ നമുക്ക് എത്ര വ്യത്യാസം ഉണ്ടാകുന്നറിയാം ജീവിതം. ഈ ലോകമൊന്നും താൽക്കാലികമാണ്. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത്, ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ക്രിസ്തു ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുന്ന ഉയരമായി ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ, ചിന്തിപ്പീൻ. ആ ഒരു കാഴ്ചപ്പാട് വന്നാൽ ഈ ഭൂമിയിലെ ഒന്നും എൻ്റെ പുറകെ പോകത്തില്ല. മനസ്സിലായോ? നമ്മുടെ കാഴ്ചപ്പാട് മാറട്ടെ. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഒന്നാമത്തെ പ്രോമിസ് ഇസ് എ പ്രോമിസ് അബൌട്ട് ഹെവൻ. സ്വർഗത്തെക്കുറിച്ചുള്ള, പിതാവിൻ്റെ ഭവനത്തെക്കുറിച്ചുള്ള ഒരു വലിയ ഒരു വാഗ്ദത്തമാണ് ഈ യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായത്തിൽ കർത്താവ് മനം കലങ്ങിയിരിക്കുന്നതിന് ശിഷ്യന്മാർക്ക് കൊടുക്കുക. നിങ്ങൾ ഭാരപ്പെടരുത് കേട്ടോ. ഇവിടെ കൊണ്ട് ഞാനിപ്പോൾ പോയാൽ പേടിക്കണ്ട, ഞാൻ അവിടെ ഫലമൊക്കെ വെച്ച് വരാം എന്നുള്ളതിൻ്റെ ആ ഒരു കാര്യമാണ് കർത്താവ് അടുത്ത് പറയും. ഒന്നാമത് ഹെവനെ കുറിച്ചാണ് പറഞ്ഞത്. രണ്ടാമത്തെ പ്രോമിസാണ്, സെക്കൻഡ് പ്രോമിസ് ഈസ് അബൌട്ട് ഹിസ് റിട്ടേൺ. തൻ്റെ മടങ്ങിവരവിനെ കുറിച്ചാണ് കർത്താവ് ഈ രണ്ടാമത്തെ വാഗ്ദത്തം ഇവർക്ക് കൊടുക്കുന്നത്. ആരാ വരുന്നത്? ജീസസ് ഹിംസെൽഫ് വിൽ കം. കർത്താവ് തന്നെയാണ് വരുന്നത്. ഞാൻ പോയി മടങ്ങി വരും. സ്ഥലം ഒരുക്കിയ ഞാൻ പോയി പിന്നെയും നിങ്ങളെ എൻ്റെ അടുക്ക ചേർത്തുകൊണ്ട് ഞാൻ പിന്നെയും വരും, സ്ഥലം ഒരുക്കി വരും. കർത്താവാ പറഞ്ഞു കേട്ടോ. ഇവിടെ മനസ്സിലായ somebody would have gone to the valley of the shadow of death. മരണത്തിന്റെ താഴ്വരയിൽ കൂടെ പലരും മരിച്ച് ദൈവസന്നിധി ചെല്ലും. എന്നാൽ ജീവനോടെ ശേഷിക്കുന്ന നാം എന്തായിരിക്കും? അത് ചിന്തിച്ചിട്ടുണ്ടോ? മരിച്ചവരെന്ന് പറയുമ്പോൾ പുനരുദ്ധാനവും ജീവനും ഞാനാന്ന് കർത്താവ് മാർത്തയോടും മറിയോടും പറഞ്ഞ അന്തരീക്ഷം രൂപാന്തരപ്പെടും. മരണത്തിന് ശേഷമുള്ള രൂപാന്തരം അല്ലേ? നമ്മൾ ഭൂമിയിലായിരിക്കുന്നവർ കർത്താവ് വരുമ്പോൾ ജീവനോട് ഇരിക്കുന്നെങ്കിൽ എന്തുവാ? നമ്മൾ രൂപാന്തരപ്പെടും. അത് 1 തെസ്സലോനിക്കർ 4:13-18 വരെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ പരിശുദ്ധാത്മാവ് പൗലോസ് കൂടെ വളരെ വ്യക്തമായി പറയുക, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപ് ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവനെ എതിരേൽക്കേണ്ടതിന് ആകാശമേഘങ്ങളിൽ എടുക്കപ്പെടും. രൂപാന്തരപ്പെട്ടു നമ്മുടെ ബോഡി മാറും, രൂപാന്തരപ്പെടും, ഗ്ലോറിഫൈഡ് ബോഡിയാവും. ബഹിഷ്കരിക്കപ്പെട്ട ശരീരവുമായി കർത്താവിനെ എതിരേൽക്കാൻ നമ്മൾ രൂപാന്തരപ്പെടുന്ന ഒരു നാളിനെ കുറിച്ച് അവിടെ രേഖപ്പെടുത്തി. ഒരു കാര്യം കൂടെ പറയട്ടെ. സിൻസ് അല്ലെങ്കിൽ ഈ ഹെവൻ എന്ന് പറയുന്നത്, സ്വർഗം എന്ന് പറയുന്നത് പിതാവിൻ്റെ ഭവനമാണല്ലോ, ദൈവത്തിൻ്റെ ഭവനമായതുകൊണ്ട് ഈസ് എ പ്ലേസ് ഓഫ് ജോയ് ആൻഡ് പീസ്. സമാധാനവും സന്തോഷവും ഉൾക്കൊള്ളുന്ന ഒരു മനോഹരമായ സ്ഥലമായിരിക്കും അത് കേട്ടോ. ദൈവത്തിൻ്റെ സ്തോത്രം. ആ സ്വർഗത്തെക്കുറിച്ച് എങ്ങനെയാണ് വിവരിക്കുന്നത്? ചിന്തിച്ചിട്ടുണ്ടോ? ആർക്കിതിനെ വിവരിക്കാൻ കഴിയും? വീതി സ്വച്ഛ സ്ഫടിക തുല്യ തങ്കനിർമ്മിതമായ പട്ടണം എന്നൊക്കെ നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. പക്ഷെ യോഹന്നാൻ അപ്പോസ്തലൻ ഈ വെളിപ്പാടിൽ ഇങ്ങനെ ചിന്തിച്ചു, സ്വർഗത്തെ എങ്ങനെയാണ് ഒന്ന് വിശേഷിപ്പിക്കുന്നത്, ഏതുമായിട്ടാണ് ഒന്ന് താരതമ്യപ്പെടുത്തുന്നത്, ഏതുമായിട്ടാണ് ഒന്ന് ഉപമിക്കേണ്ടത്? He found no place to compare. ഇന്നതുപോലെ അന്ന് പറയാൻ നോക്കിയിട്ട് ഒരു വാക്കും കിട്ടിയില്ല. He didn't find any word. അപ്പൊ പിന്നെ എന്താ ഇതെന്നറിയാം? അവിടെ ഇല്ലാത്ത കുറെ കാര്യങ്ങൾ പറഞ്ഞ് യോഹന്നാൻ അപ്പോസ്തലൻ വെളിപ്പാട് പുസ്തകത്തിൽ വിവരിക്കുക. എന്തോ ഇല്ലാത്ത അത് നിങ്ങളെ വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം വായിക്കണം. 22-ാം ഭാഗത്തിലേക്ക് വരുമ്പോൾ വായിച്ചിട്ടുണ്ടോ? എന്താ അവിടെ? അവിടെ മരണമില്ല, അവിടെ ദുഃഖമില്ല, അവിടെ കണ്ണുനീരില്ല, അവിടെ രാത്രിയില്ല, അവിടെ വേദനയില്ല, അവിടെ ഇരുട്ടില്ല. ഇല്ല ഇല്ല ഇല്ല. പിടിഞ്ഞ് പറഞ്ഞത് മനസ്സിലായോ? നമ്മൾ അവർ കാര്യം പറയുമ്പോൾ ഇന്നതുപോലെ ആണെന്നും പറഞ്ഞല്ലേ പരിചയപ്പെടുന്നത്. പക്ഷേ അങ്ങനല്ല. ശ്രദ്ധിച്ചാൽ
ആ ഉള്ളതിനുമായിട്ട് പരിചയപ്പെടുത്താനൊന്നും ഇല്ല, ഇല്ലാത്തത് എന്തൊക്കെയാ അതാണ് പറയുന്നത്. അത്ര വണ്ടർഫുൾ ആയല്ലേ? ആ മനോഹരമായ സ്ഥലമാണ് സ്വർഗം. എത്ര മനോഹരമായ വീടായിരിക്കും അത്. നാം അത് എന്നേക്കും ആസ്വദിക്കുന്നതായിരിക്കുക. വാട്ട് എ വണ്ടർഫുൾ ഹോം ഇറ്റ് വിൽ ബി, പ്രിയപ്പെട്ടവരെ. ആൻഡ് വി വിൽ ബി എൻജോയിങ് ഇറ്റ് ഫോർ എവർ ആൻഡ് എവർ. എന്നേക്കും ആ മനോഹരമായ ഭവനത്തിലായിരിക്കുന്നു. ഒന്ന് ചിന്തിച്ച് നോക്കിയേ. ആ മനോഹരമായ നാടിനെ കുറിച്ചുള്ള, രോഗമില്ല നാട്, രോഗിയില്ല വീട്. പാട്ട് പാടാറുണ്ടോ? ഇല്ലാത്ത ആ ഉള്ള അനുഭവം, തേജസ്സേറിയ കർത്താവിൻ്റെ അനുഗ്രഹീതമായ സാന്നിധ്യത്തിൻ്റെ മറവിൽ ആയിരങ്ങൾ ഒന്നിച്ചുകൂടി ദൈവത്തെ ആരാധിക്കുന്ന മനോഹരമായ നിത്യതയുടെ പ്രഭാതം മനസ്സ് കണ്ട് ആരാധിക്കാൻ കഴിയട്ടെ. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യോഹന്നാന്റെ 14-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ ഫിലിപ്പോസ്, കർത്താവേ നീ എവിടെ പോന്നു എന്നറിയുന്നില്ല. അത് ചോദിച്ചേന്നാ, കർത്താവിനോട് കൂടെ എപ്പോഴും ആയിരിക്കാനുള്ള തൻ്റെ ആഗ്രഹമാണ് വെളിപ്പെടുത്തുന്നത്. ഹി വാണ്ട്സ് ടു ബി വിത്ത് ജീസസ് ഓൾവേസ്. ആ 3.5 വർഷക്കാലം കർത്താവിനോട് കൂടെ നടന്ന് ലഭിച്ച ആ കൂട്ടായ്മയുടെ, ആ സ്നേഹത്തിൻ്റെ, കരുതലിൻ്റെ ഒക്കെ അന്തരീക്ഷത്തെ വിസ്മരിക്കാൻ കഴിയുന്നില്ല. ഹി വാണ്ട്സ് ടു ബി വിത്ത് ജീസസ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, ഹെവൻ ഈസ് എ റിയൽ പ്ലേസ്, എ വണ്ടർഫുൾ പ്ലേസ്, ആൻ എക്സ്ക്ലൂസീവ് പ്ലേസ്. എന്ന് വെച്ചാൽ സ്വർഗം യാഥാർത്ഥ്യമാകട്ടോ. സ്വർഗമാ, അങ്ങനെ ഒരു സ്ഥലമുണ്ട്. അതൊരു അത്ഭുതകരമായ സ്ഥലമാണ്. ആൻ എക്സ്ക്ലൂസീവ്, അത് പ്രത്യേകതയുള്ളൊരു സ്ഥലമാണ്. ഈ സ്ഥലത്തേക്കാണ് നമ്മൾ നോക്കി പാർക്കുന്നത്. ഹല്ലേലൂയ. കർത്താവ് ഇവിടെ പറയുന്ന മറുപടി പറയുമ്പോഴും അവിടെ God makes it very clear that he is going to the Father. പിതാവിൻ്റെ അടുക്കിലേക്ക് പോവുകയാണെന്ന് കർത്താവ് അവിടെ പറയും. And the way to the Father is only one way. He wipes away all the ways that other people say. മറ്റു ദൈവത്തിലേക്ക് അടുക്കാനുള്ള സകല വഴികളെയും കർത്താവ് തൊടിച്ച് മാറ്റിക്കൊണ്ടാണ് വഴി പറയുന്നത്. എന്താ വഴി? വഴിയെക്കുറിച്ച് കർത്താവ് പഠിപ്പിക്കുകയോ ഉപദേശിക്കുകയോ ഒന്നും അല്ല ചെയ്ത്, അല്ലെങ്കിൽ പോയിന്റ് ഔട്ട് ചെയ്യുകയല്ലായിരുന്നു ഇന്നതാണെന്ന്. എന്താ പറഞ്ഞേ? He didn't teach about the way, nor he points, but he said, I am the way. ഞാനാ വഴി. ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെ ആര് പറഞ്ഞിട്ടുണ്ട്? ആർക്കെങ്കിലും ഇങ്ങനെ പറയാൻ കഴിയുമോ പ്രിയപ്പെട്ടവരെ? ഈ മണിക്കൂറുകളിൽ ദൈവത്തിൻ്റെ സ്നേഹം ഉള്ളങ്ങളിൽ നിറയട്ടെ. മനോഹരമായ ആ വഴിയിൽ കൂടെ പ്രവേശിക്കാൻ ഭാഗ്യം ലഭിച്ചവർക്കായി സ്തോത്രം. ദൈവത്തിന് മഹത്വം. കർത്താവ് പറഞ്ഞു, ഒരു നോബഡി, ആരും എന്നിൽ കൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. അല്ലാത്ത വഴികളെയൊക്കെ കർത്താവ് മാറ്റിക്കളയുക, അല്ലേ? സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. എന്ന് പറയുമ്പോൾ എന്താ? നല്ല പ്രവൃത്തികളോ, നേർച്ച കാഴ്ചകളോ, പുണ്യസ്ഥലങ്ങളെ സന്ദർശിക്കുന്നതോ, ഇതുകൊണ്ടൊന്നും ഗുണമില്ല. കർത്താവ് പറഞ്ഞു, I am the way. ആ വഴി കൂടെ പ്രവേശിക്കാൻ ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ഒറ്റ വഴി. അപ്പോസ്തലപ്രവൃത്തി 4:12, ആകാശത്തിന് കീഴിൽ ഭൂമി രക്ഷിക്കപ്പെടുവാൻ മനുഷ്യരുടെ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല, യേശു നാമം അതിശയ നാമം. ആ നാമത്തിൻ്റെ മണ്ഡലങ്ങളിലായിരിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അപ്പം ഇനി ഞാൻ മടങ്ങി വരട്ടെ. ഞാൻ ചോദിക്കട്ടെ, ഈ സ്ഥലത്തെക്കുറിച്ചുള്ള വിശേഷണവും വിവരണവും കൊടുത്തതുകൊണ്ട് എങ്ങനെ ഇവരുടെ ട്രബിൾഡ് ഹാർട്ട്, അല്ലെങ്കിൽ കലങ്ങുന്ന ഹൃദയത്തിന് എങ്ങനെ മാറ്റം ഉണ്ടാകുന്നത്, ആശ്വാസം ലഭിക്കുന്നു? ശ്രദ്ധിച്ചിട്ടുണ്ടോ? How come that their troubled hearts become consoled? എങ്ങനെയാ പ്രിയപ്പെട്ടവരെ അതിന് ആശ്വാസം ലഭിക്കുന്നത്? ദൈവത്തിന് സ്തോത്രം. അത് മനസ്സിലാക്കണമെങ്കിൽ നാം ചെന്നെത്തുന്ന സ്ഥലത്തെക്കുറിച്ചുള്ള ആ സന്തോഷം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ വഴിയാത്രയിൽ ഉണ്ടാകുന്ന ക്ലേശങ്ങൾ നമ്മൾ വകവയ്ക്കത്തില്ല. ദൈവത്തിന് സ്തോത്രം. കാര്യമാക്കാറില്ല. ഡോക്ടർ ജെയിംസ് എം ഗ്രേ എന്ന് പറയുന്ന ഭക്തനായ മനുഷ്യനൊരു പാട്ട് പാടി. അദ്ദേഹത്തിൻ്റെ പാട്ടിൽ ഇങ്ങനെ അദ്ദേഹം who could mind the journey when the road leads to home? നമ്മൾ ചെന്നെത്തും നമ്മുടെ ഭവനത്തിലേക്കാണെന്ന് നമുക്കൊരു ഉറപ്പുണ്ടെങ്കിൽ വഴിയിലുള്ള ക്ലേശങ്ങൾ ആര് മൈൻഡ് ചെയ്യും? നോ, ആരും മൈൻഡ് ചെയ്തു. വീടെന്ന് പറയുന്നൊരു വലിയ പ്രത്യേകതയുണ്ടല്ലോ. ഹല്ലേലൂയ.
ഹല്ലേലൂയ. അതുകൊണ്ട് എന്താണെന്നറിയാമോ? The assurance of heaven. സ്വർഗത്തെക്കുറിച്ചുള്ള ആ അഷുറൻസ്, ആ ഉറപ്പ്, ആ വാഗ്ദാനം. And the end of life roads leads to that eternal hope. Enables us to bear joyfully. Hallelujah. All the obstacles and battles along the way. നമ്മുടെ ജീവിത വഴിത്താരയിൽ ഉണ്ടാകുന്ന യുദ്ധങ്ങളും എതിർപ്പുകളും പോരാട്ടങ്ങളും ഒക്കെ ജയിക്കാൻ നമുക്ക് നമ്മുടെ മുമ്പിലുള്ള മനോഹരമായ വീടിനെ കുറിച്ചുള്ള പ്രത്യാശ നമുക്ക് ധൈര്യം തരും. അങ്ങനെ ആയിരിക്കണം. ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. ഹല്ലേലൂയ. ഈ ഒരു ഉറപ്പാണ് നമ്മുടെ കർത്താവിനെ തന്നെ ധൈര്യപ്പെടുത്തി. തൻ്റെ എബ്രായ ലേഖനം 12:2 തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്ത് അപമാനം അലക്ഷ്യമാക്കി അത് ക്രൂശിനെ സഹിച്ചു. The joy that is set before him. മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം. ദൈവത്തിന് സ്തോത്രം. ആ സന്തോഷത്തിലാണ് നമുക്ക് ഓടേണ്ടത്. ചെന്നെത്തുന്ന സ്ഥലത്തെക്കുറിച്ചുള്ള ഉറപ്പ്. ദൈവനാമം മഹത്വപ്പെടട്ടെ. പൗലോസിന് ഈ വലിയ സത്യം അറിയാമായിരുന്നു. അതുകൊണ്ട് ആ പൗലോസ് എന്താ പറഞ്ഞെന്നറിയാണ്? റോമാ ലേഖനം എഴുതുമ്പോൾ പൗലോസ് പറഞ്ഞു, എന്തോ പറഞ്ഞു? For I reckon the sufferings of this life, the present time, are not worthy to be compared with the glory that which is going to appear. എന്ന് വെച്ചാൽ റോമാലേഖനം 8:18 പറഞ്ഞു. എന്തുവാ? നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലങ്ങളിലെ കഷ്ടങ്ങൾ സാരമില്ല. ഒരു വലിയ തേജസ് ഏറും എൻ്റെ പ്രിയൻ്റെ മുഖം, അല്ലേ? പ്രത്യാശ ഉണ്ടോ പ്രിയരെ? കർത്താവ് തന്ന വാഗ്ദത്തമാണ്. ദൈവത്തിന് സ്തോത്രം. അങ്ങനാണെങ്കിൽ ഒരു വലിയ തേജസ് നമ്മിൽ വെളിപ്പെടാൻ പോവുക. ഉറപ്പുണ്ടോ? ഗ്ലോറി, മഹത്വം, തേജസ് വെളിപ്പെടാൻ. എവിടെ? കർത്താവിനോടുകൂടെ. കർത്താവിൻ്റെ വരവിൽ രൂപാന്തരപ്പെടുന്നവർക്കാണ് ഈ അനുഭവമൊക്കെ ലഭിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആരിലാണ്, ആർക്കാണ് ഇത് സംഭവിക്കാൻ പോകുന്നത്? പൗലോസ് തന്നെ പറഞ്ഞു, എനിക്ക് മാത്രമല്ല. പൗലോസ് തൻ്റെ ജീവിത സാരഥി പറഞ്ഞു, ഞാൻ നല്ല പൊരുതി ഓട്ടം തികച്ചു, വിശ്വാസം കാത്ത് നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. 2 തീമോഥെയോസ് ഞാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നിട്ട് അവിടെ പറഞ്ഞു, അവിടെ നിർത്തിയില്ല, എനിക്ക് മാത്രമല്ല തൻ്റെ പ്രത്യക്ഷതയെ പ്രിയം വെച്ച് ഏവർക്കും. പ്രിയപ്പെട്ടവർ ചോദിക്കട്ടെ, കർത്താവിൻ്റെ പ്രത്യക്ഷത, കർത്താവ് വരുന്നു നിൽക്കുമ്പോൾ ഒരു പ്രിയമുണ്ടോ? ഉള്ളിലൊരു എൻലൈറ്റ്മെൻ്റ് ഉണ്ടോ? ഒരു ഉണർച്ചയുണ്ടോ? ഒരു ആകാംക്ഷയുണ്ടോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. വിദേശത്ത് ജോലി ചെയ്യുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർ, സഹോദരിമാരുടെ ഭർത്താക്കന്മാർ, അമ്മമാരുടെ അപ്പന്മാരുടെ കുഞ്ഞുങ്ങളൊക്കെ നാട്ടിലോട്ട് വരുന്നു എന്നൊരു അറിവ് കിട്ടുമ്പോൾ ഒരു എഴുത്ത് കിട്ടും. പണ്ടായിരുന്നു എഴുത്ത്, ഇപ്പോൾ എഴുത്തല്ല, ഫോണാ, അല്ലേ? കുഞ്ഞു വരുന്നു, അല്ലേ എൻ്റെ ഭർത്താവ് വരുന്നു എന്നൊക്കെ കേൾക്കുമ്പോൾ എന്തോ ഒരു എൻലൈറ്റ്മെൻറ്റാണ്, അല്ലേ? ഹല്ലേലൂയ. കുടുംബ ബന്ധങ്ങളെ പരിപാലിക്കപ്പെടുന്ന അന്തരീക്ഷങ്ങളെ കാത്തിരിക്കുന്നവർക്ക്, അങ്ങനെയുള്ളവർ വരുമ്പോൾ വരുന്നു കേൾക്കുമ്പോൾ ഒരു പ്രിയം വർദ്ധിക്കുക. ദേ മേക്ക് അറേഞ്ച്മെൻറ്റ്. എല്ലാ കാര്യങ്ങളും പഴയതുപോലെ അല്ല. ശാന്തമായി ഇത് പരിശോധിച്ചേ. അങ്ങനെയാണെങ്കിൽ ഇവിടെ കർത്താവ് വരുന്നത് കേൾക്കുമ്പോൾ ഒരു പ്രിയമുണ്ടോ? ഉള്ളത്തിലൊരു സന്തോഷം. ഹല്ലേലൂയ. അനുഗ്രഹീതമായ നാളിനെ മുന്നിൽ കണ്ടുകൊണ്ട്, കർത്താവേ, അവിടെ എനിക്ക് നിന്നെ കാണണം. എന്ത് ചെയ്യണം? ജഡത്താൽ ജനിച്ചത് ജഡമാ, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാ. ജഡത്തിൽ ജനിച്ച മനുഷ്യ ആത്മാവിൽ ജനിച്ച കർത്താവിനെ ആത്മാവിൽ ആമേനുള്ളത്തിൽ സ്വീകരിച്ച് പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിൽ ജീവിതം നടത്തപ്പെടുവാൻ, അനുഗ്രഹിക്കപ്പെടുവാൻ പ്രത്യാശയുടെ ഗാനങ്ങൾ പാടി, പ്രത്യാശയുടെ വചനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ദൈവം തന്ന വാഗ്ദത്തങ്ങൾ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. ആ വാസസ്ഥലത്തിൽ എന്നെയും നിന്നെയും ചേർക്കാൻ കർത്താവ് വരും. കൈവിടപ്പെട്ടു പോകല്ലേ. ലോകം അതിൻ്റെ മോഹം ഒഴിഞ്ഞു പോകും. ലോകത്തിന് പിന്നാലെ ഓടി നശിക്കരുത്. നിത്യമായതിനെ കാംക്ഷിക്കണം. കാണുന്നതൊക്കെ താൽക്കാലികം, കാണാത്തത് നിത്യം. ഹല്ലേലൂയ. ആകയാൽ കർത്താവേ, ഈറായാം ഞാനിതാ എന്ന് പറയാൻ എത്ര പേരുണ്ട്? പരിശുദ്ധാത്മാവേ, സഹായിക്കണമേ. പോരായ്മകളുണ്ടെങ്കിൽ, അറിവുകേടുകൾ വന്നെങ്കിൽ ക്ഷമിച്ച് എന്നെ യഥാസ്ഥാനം നിന്റെ വരവിനായി എന്നെ ഒരുക്കും. നിന്നെ നേരിക്കണ്ട് ആനന്ദിക്കുന്ന നല്ല നാൾ കർത്താവെ, ആ വചനത്തിൽ ഉൾക്കൊണ്ട് ഇന്ന് രാവിലെ ഈ മണിക്കൂറുകളിൽ അല്ല, ലോകത്തിന് വിവിധ രാജ്യങ്ങളിലും ദൈവവചനം കേൾക്കുന്ന വിവിധ സമയങ്ങളിൽ ഏതുമായിക്കൊള്ളട്ടെ, വാട്ട് എവർ ബി ദ ടൈം ആൻഡ് ദ പ്ലേസ് വെയർ യു ആർ,
അവിടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒന്നുകൂടെ വിനയപ്പെട്ട് ഈ നാളുകളിൽ ഒരു പുതിയ തീരുമാനത്തോടെ കർത്താവിനെ സ്നേഹിപ്പാൻ, വിനയപ്പെടാൻ, പ്രത്യാശയുള്ളവരായി മുന്നോട്ട് ജീവിക്കാൻ തീരുമാനമെടുത്ത് സമർപ്പിക്കുമോ? പാട്ടുപാടാൻ ആഗ്രഹമുണ്ട്, സമയമില്ലാത്തതുകൊണ്ട് നിർത്തുക. ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രത്യാശയോടെ ജീവിക്കുക. കർത്താവിനെ കാണാൻ ഞാൻ ഒരുങ്ങിയിട്ടുണ്ട്. ധൈര്യമുണ്ടോ എന്ന് പറയാൻ? കണ്ണുകളടയ്ക്കാം, തലകളെ വണക്കാം. താങ്ക് യു ലോർഡ് ജീസസ്. കർത്താവേ, നിന്റെ മഹത്വകരമായ വചനത്തിനായി സ്തോത്രം. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിക്കും. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നു. ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നയിടത്ത് നിങ്ങൾ ഇരിക്കുകയാണ്. ഞാൻ പിന്നെയും നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുമെന്ന് കൽപ്പിച്ച കർത്താവേ, നിന്റെ മാറ്റമില്ലാത്ത വചനം ഈ മണിക്കൂറുകൾ വീണ്ടും മുഴങ്ങി കേൾക്കുന്നതിനായി ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങൾ അനേക ഉള്ളങ്ങളിലേക്ക് വചനം ചെന്നെത്തുമ്പോൾ ജീവിതത്തെ ക്രമപ്പെടുത്തി കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങാൻ സ്വർഗത്തേക്കുള്ള കാഴ്ചപ്പാടിൻ്റെ വലിയ നിത്യമായ വെളിപ്പാട് അവർക്ക് കൊടുത്ത് കർത്താവെ ജീവിതങ്ങളെ കർത്താവ് ഒരുക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. സമർപ്പിക്കപ്പെടുന്ന ജീവിതങ്ങൾക്കായി സ്തോത്രം. ലോകത്തിന് പിന്നാലെ ഓടി പ്രത്യാശയില്ലാത്ത ശവക്കുഴിയിൽ അവസാനിക്കാനല്ല, നിത്യനായ ദൈവത്തിൻ്റെ കൃപയുടെ വരപ്രസാദത്തിൽ പരിശുദ്ധാത്മ നിവേദിതമായ ജീവിതത്തിൻ്റെ ഉടമകളായി ആയുസ് ധന്യമായി നിന്നെ എതിരേൽപ്പാൻ കർത്താവെ ഒരുങ്ങി നിൽക്കാൻ എല്ലാവരെയും സഹായിക്കും. തിരുനാമ മഹത്വമാണ്. കർത്താവെ, ജീവിതത്തിൻ്റെ ഭാരങ്ങളും വേദനകളും ഉണ്ട്. എന്നാൽ നമ്മൾ വെളിപ്പെടാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലങ്ങളിലെ കഷ്ടങ്ങൾ സാരമില്ലെന്ന് ഇതിന്റെ വചനത്തിൽ ഞങ്ങൾ കേട്ടല്ലോ. ആരും വേദനയും അനുഭവിക്കുന്ന ജീവിതങ്ങൾ പ്രത്യാശ കൊടുത്തവരെ ധൈര്യപ്പെടുത്തണം. താൽക്കാലികമായ കഷ്ടങ്ങൾ, അല്പകാല കഷ്ടങ്ങൾ സാരമില്ലെന്നെണ്ണിയോർ നിത്യകാല വാസത്തിൽ പ്രത്യാശയോടെ വാഴുമെന്നിൻ്റെ ഭക്തൻ പാടി ഞങ്ങൾ ഏറ്റുപാടട്ടെ. ദൈവത്തിന് സ്തോത്രം. നാമം മഹത്വപ്പെടണം. അതിനും കേൾക്കുന്നവരെ അനുഗ്രഹിക്കണം കർത്താവെ. തിരുനാമം എല്ലാം മഹത്വപ്പെടണം. വരവിനായ എല്ലാവരെയും ഒരുക്കണമേ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. God bless you. ഈ വചനങ്ങൾ നിങ്ങൾക്കേവർക്കും അനുഗ്രഹമായി തീർന്നു എന്ന് വിശ്വസിക്കുന്നു. ഈ ശുശ്രൂഷയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. അതോടൊപ്പം നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്കും കൗൺസിലിംഗ് ആവശ്യങ്ങൾക്കുമായി സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പർ, ഇമെയിൽ ID എന്നിവയിൽ ഞങ്ങളുമായി ബന്ധപ്പെടുക. കർത്താവ് ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. Teacher